ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോ ഞാൻ ഗുൽമാർഗിലെ ഗോണ്ടോള റൈഡിന് പോയതാണ്. ഞാൻ ശ്രീനഗറിൽ പോയതിന് ശേഷമാണ് ഗുൽമാർഗിലേക്ക് പോയത്. ഏപ്രിൽ അവസാനത്തെ ആഴ്ചയിലാണ് ഞാൻ പോയത്. അപ്പോൾ ഈ സ്ഥലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ പട്ടാളക്കാരെയൊക്കെ കാണാൻ സാധിക്കും. അതിനുശേഷം ഈ ഒരു ഇരുണ്ട മുറി പോലെ കാണുന്നില്ല, ഈ ഒരു കെട്ടിടത്തിലാണ് നമ്മുടെ ഈ സ്നോയിലിടാനുള്ള ഷൂസും ജാക്കറ്റും ഒക്കെ കിട്ടുന്ന സ്ഥലം. പല പല ഏജൻറ്റുമാർ കാണും. അപ്പം നമ്മൾ ഒത്തിരി വില പേശിയാൽ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വാടകയ്ക്ക് കിട്ടും. അതിന് ശേഷമാണ് എന്ന് വെച്ചാൽ ഈ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇത്രയും മഞ്ഞുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. നമ്മുടെ ജാക്കറ്റും ഷൂസും മതിയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മതിയായിരിക്കാം. എന്ന് വെച്ചാൽ ഈ ഏപ്രിൽ അവസാനം മെയ് ആദ്യമൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും അത്രയും തണുപ്പ് കാണില്ല. ഈ മഞ്ഞ് അത്രയും തന്നെ തിക്നെസ്സിൽ ഉണ്ടാകും. പക്ഷേ ഈ ഒരു ഭാഗത്ത് പിന്നെ തണുത്ത കാറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഈ ഒരു കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ ഒരു 2 ആഴ്ച തൊണ്ടവേദനയും പനിയും പിടിച്ച് ആൻറ്റിബയോട്ടിക്കിലായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത്. അത് കാരണം അതാണ് എൻ്റെ ഒരു അവസ്ഥ. പിന്നെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, നമ്മൾ ആ ടിപ്പിലേക്കാണ് പോകാൻ പോണത്. അതിങ്ങനെ കാണും പോലെയല്ല, ഒരു 14,000 ഫീറ്റ് മുകളിലായിട്ടാണ് ഈ സ്ഥലം ഉള്ളത്. ഫേസ് 1 ഫേസ് 2 അങ്ങനെയാണ് ഈ ഗോണ്ടോള റൈഡ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് 1 പോയി ഫേസ് 2 എത്തിപ്പെടുന്നത്. ഈ ഗോണ്ടോള റൈഡിനാണെങ്കിൽ ഒരു ജാഥയ്ക്കുള്ള അത്രയും ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ഓഫ് സീസൺ പോയിട്ടാണ് ഇത്രയും തിരക്കെന്ന് ഓർക്കണം. ഞങ്ങളുടെ കൂടെ വന്നവർക്ക് തന്നെ ഫേസ് 1 ടിക്കറ്റ് കിട്ടി, പക്ഷേ ഫേസ് 2 സഞ്ചരിക്കാനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഫേസ് 2 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആകെ മൊത്തത്തിൽ ഭ്രാന്തായി. മഞ്ഞും ഈ വെള്ള ആകാശവും ഒക്കെ കൂടി മൊത്തത്തിൽ വൈറ്റായിരുന്നു ഫുള്ള്. ഇതൊക്കെ കൂടി കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആക്രാന്ത മുഖത്തിൽ മഞ്ഞിൽ വാരിക്കളിക്കുന്നു, ഉരുണ്ട് കളിക്കുന്നു, എറിഞ്ഞ് കളിക്കുന്നു. എനിക്കറിഞ്ഞൂടെ എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്ന്. കൈയൊക്കെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം അറ്റ് വീണാൽ പോലും അറിയില്ല, അതുപോലെ വേദനയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു വൈബിൽ അതെല്ലാം മറന്നു പോകും. തിരിച്ച് താഴെ നോർമലി ഇറങ്ങി നോർമലാവുമ്പോഴാണ് നമുക്ക് ആ ഒരു വേദനയൊക്കെ കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ വരാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ സ്പോട്ട് ബുക്കിംഗ് ഒന്നും ഇല്ല. ഇത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മഴ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഈ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ലൈഫിൽ ആദ്യമായിട്ട് കിട്ടി. അങ്ങനെ അവരെ അനൗൺസ് ചെയ്യാനൊക്കെ തുടങ്ങി, മഴ പെയ്യാൻ പോവുകയാണ്, നല്ല തണുത്ത കാറ്റ് വരുന്നു, താഴേക്ക് എല്ലാവരും ഇറങ്ങി കോളാനുമായിട്ട്. അതിനുശേഷം നമ്മൾ താഴെ ഇറങ്ങി അവിടെ വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, അവിടെയും പോയി.